അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദ്റതി വശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ് ദീൻ വൽ ഖുർആൻ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ഖാൻ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലമ്മ. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പകർന്നു കൊടുത്ത അത്ഭുതകരമായിട്ടുള്ള 3 ദിക്റിനെ പറ്റിയാണ്. 3 ദിക്റിനെ പറ്റി ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് ഞാൻ പകർന്നു നൽകുകയാണ്. 3 കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ 3 ദിക്റുകൾ. ഈ 3 ദിക്റുകൾ ചൊല്ലിയാൽ, ഓരോ ദിക്റുകൾ ചൊല്ലിയാലും അതിന്റെ മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും. ഈ 3-ൽ ഓരോ ദിക്റ് ചൊല്ലിയാലുള്ള മഹത്വങ്ങൾ, ഈ 3 ദിക്റുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. 3 ദിക്റ് എപ്പോഴൊക്കെയാണ് നമ്മൾ ചൊല്ലേണ്ടത്, അത് ചെയ്താലുള്ള ചൊല്ലിയാലുള്ള കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം സാഹചര്യങ്ങളിൽ നമുക്കത് ചൊല്ലാം. അത്ഭുതകരമായിട്ടുള്ള 3 ദിക്റുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പകർന്നു കൊടുത്ത ദിക്ർ. നമ്മൾ വെറുതെയാക്കണോ മുഅ്മിനീങ്ങളെ? ആരും ഉപേക്ഷിക്കരുത്. എല്ലാവരും ഇത് ചൊല്ലാം. അറിയുന്നവരുണ്ടാകാം, അറിയുന്നവരുണ്ടാവാം, ചൊല്ലുന്നവരുണ്ടാവാം. ഇൻഷാ അല്ലാഹ് മജ്ലിസ് കേട്ട് ഒന്നും കൂടി നിങ്ങൾ ചൊല്ലണേ. ഏത് സമയത്താണ് ചൊല്ലേണ്ടതെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദിക്റിലേക്ക് കടക്കാം. അതിന് മുമ്പ്, ദിക്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ധാരാളം ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളെ മജ്ലിസിലേക്ക് സ്ഥിരമായി വിളിക്കുന്നത്. തങ്ങളെ നേരിട്ടൊന്ന് കാണാനായിരുന്നു, എപ്പോഴാണ് തങ്ങൾ വീട്ടിലുണ്ടാവുക, എന്നാണ് ഞങ്ങൾ വരേണ്ടത്. ബുക്കിങ്ങിന്റെ ആവശ്യത്തിന് വിളിക്കുന്നവർ ഇൻഷാ അല്ലാഹ് ഇനി വീട്ടിൽ നോട്ടമുള്ളത് നാളെയാണ്, തിങ്കളാഴ്ച. അത് കഴിഞ്ഞാൽ ശനിയാഴ്ച ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരും. ബുക്ക് ചെയ്യാതെ ആരും വരരുത്. കാരണം ഇവിടെ തന്നെ ധാരാളം ടോക്കൺ ബുക്ക് ചെയ്തതുണ്ടാകും. നിങ്ങൾ ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും. ആ ടോക്കൺ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാനുള്ള സന്ദർശന സമയം അനുവദിക്കുള്ളൂ. അതുകൊണ്ട് ബുക്ക് ചെയ്തു വരാം. അല്ലാഹുവേ, ഞങ്ങളെ പ്രയാസങ്ങൾ അല്ലാഹുവേ നീ നീക്കം ചെയ്യണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾക്ക് നീ പ്രയാസം നീ നൽകല്ലേ അല്ലാഹ്, ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാഹ്, ഇടങ്ങേറുകൾ നൽകല്ലേ അല്ലാഹ്, മുസീബത്തുകൾ നൽകല്ലേ അല്ലാഹ്, ബലാഅകൾ നൽകല്ലേ തമ്പുരാനെ. ഒരു പ്രയാസം ഞങ്ങൾക്ക് ജീവിതത്തിൽ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കൊയക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ തളർത്തല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാഹ്. റഹ്മാനുർ റഹീമീനായ അല്ലാഹ്, നീ ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്, നീ ഞങ്ങളെ കാത്തോളണേ തമ്പുരാനെ. ധാരാളം ആളുകൾ വലിയതായ പ്രയാസം പറഞ്ഞുകൊണ്ട്, ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് നമ്മളെ സമീപിക്കുന്നവർ അല്ലാഹുവേ, അവരെ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, അവരെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് സലാമത്ത് നീ കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പകർന്നു കൊടുത്ത 3 ദിക്ർ അത്ഭുതകരമായി നമുക്കൊന്ന് പഠിച്ചാലും. 3 ദിക്റുകൾ.
ഒന്നാമത്തെ ദിക്ർ ഹബീബായ തങ്ങള് സ്വഹാബത്തിന് പകർന്നു കൊടുത്ത ഒന്നാമത്തെ ദിക്ർ. ആ ദിക്ർ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന നേട്ടങ്ങൾ. ഏത് സമയത്താണ് നമ്മൾ ചൊല്ലേണ്ടത്? എല്ലാ 5 വഖ്ത് നിസ്കാരത്തിന് ശേഷം. 5 വഖ്ത് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ചൊല്ലണേ. ഹബീബായ തങ്ങൾ സ്വഹാബത്തിന് പകർന്നു കൊടുക്കുകയാണ്. നിങ്ങൾ 5 വഖ്ത് നിസ്കാരത്തിന് ശേഷം ഈ ദിക്ർ നിങ്ങൾ പതിവാക്കണേ. നിങ്ങൾ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ, ഈ ദിക്റിനെ നിത്യമാക്കി കഴിഞ്ഞാൽ വാർദ്ധക്യ രോഗങ്ങൾ നിങ്ങൾക്കുണ്ടാവൂല. പ്രായമെത്തുമ്പോൾ ഉള്ള രോഗങ്ങള്, ബുദ്ധിമുട്ടുകള്, ചില ആളുകൾ പ്രായമെത്തിക്കഴിഞ്ഞാൽ അവർക്ക് രോഗങ്ങൾ ഉണ്ടാകും. ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത മറവി, ഓർമ്മ ശക്തി നഷ്ടപ്പെടുന്ന രോഗങ്ങൾ. അല്ലാഹുവേ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. കാഴ്ച മങ്ങി വരുന്നവര്, വാർദ്ധക്യമെത്തുമ്പോൾ കാഴ്ച ശക്തി കുറയുന്നവര്, കേൾവി ശക്തി കുറയുന്നവര്, വാർദ്ധക്യ സമയത്തെത്തുമ്പോൾ ചന്നി, മലബാർ ഏരിയകളൊക്കെ പറയുമ്പോൾ ചന്നി എന്ന് പറയും. ചന്നി പോലുള്ള അസുഖങ്ങൾ, എന്തെല്ലാം പിച്ചിമ്പയും പറയാം, തോന്നൊക്കെ പറയാം. ഒരു ലൈസൻസ് ഇല്ലാതെ സംസാരം, പ്രായത്തുമുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള രോഗങ്ങളാണ് ഇതെല്ലാം. ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ, ആ സമയത്ത് നല്ല ഖുവ്വത്തും നല്ല ആഫിയത്തും ഉണ്ടാവാൻ ഹബീബായ തങ്ങൾ പകർന്നു കൊടുത്തത്. ശാരീരിക പ്രയാസങ്ങളില്ലാതിരിക്കാൻ, സാമ്പത്തിക ഉയർച്ച ഉണ്ടാവാൻ, കടങ്ങളിൽ നിന്ന് വലിയ സംരക്ഷണം ഉണ്ടാവാൻ, ഈമാൻ ഉറക്കാൻ. ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ ഇത്ര കാര്യങ്ങളാണ് ഉണ്ടാവുക. ഇത്ര കാര്യങ്ങൾ. വലിയ രോഗങ്ങൾ പെട്ടുകൊണ്ട് ബെഡിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവൂല. മൂത്രത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് നൽകൂല. വാർദ്ധക്യ രോഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഈ പറയുന്ന രോഗങ്ങളെല്ലാം വാർദ്ധക്യം, വയസ്സാകുന്ന സമയത്ത് നമുക്ക് വരുന്ന രോഗങ്ങൾ. അതിൽ നിന്ന് വലിയ കാവലുണ്ടാവാൻ ഹബീബായ തങ്ങള് സ്വഹാബത്തിന് പകർന്നു കൊടുത്ത ഈ അത്ഭുതകരമായിട്ടുള്ള ദിക്ർ, ഈ അത്ഭുതകരമായിട്ടുള്ള ദുആ ഏതാണ്? എൻ്റെ മുത്തുമിനീങ്ങളെ, അത്ഭുതകരമായിട്ടുള്ള ഈ ദുആ, അത്ഭുതകരമായിട്ടുള്ള ദുആ നമുക്ക് പഠിക്കേണ്ട ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. ഈ സ്ക്രീനിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാം ഒന്നാമത്തെ ഈ അത്ഭുതകരമായിട്ടുള്ള ദിക്ർ. ഒന്നാമത്തെ ദുആ കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. اللهم إني أسألك الهدى والتقى والعفاف والغنى. اللهم إني أسألك الهدى والتقى والعفاف والغنى. അല്ലാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ, ഹുദാ നിന്നോട് ഞാൻ സന്മാർഗത്തെ ചോദിക്കുകയാണ്. വത്തുഖാ, തഖ്വയെ ചോദിക്കുകയാണ്. വൽ അഫാഫ, ഇതിനെ ചോദിക്കുകയാണ്, പവിത്രതയെ ചോദിക്കുകയാണ്. വൽ ഐന, ഐശ്വര്യത്തെ ഞാൻ ചോദിക്കുകയാണ്. അല്ലാഹുവേ ഐശ്വര്യത്തെയും പവിത്രതയെയും തഖ്വയെയും സന്മാർഗത്തെയും ഞാൻ എന്നോട് ചോദിക്കുന്നു. എന്ത് റാഹത്തായിട്ടുള്ള ദുആ എല്ലാ വക്ത നിസ്കാരത്തിന് ശേഷം. اللهم إني أسألك الهدى والتقى والعفاف والغنى. പറഞ്ഞു പോകണേ എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, എല്ലാ നിസ്കാരത്തിന് ശേഷവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ദുആഇനെ, ഈ അത്ഭുതകരമായിട്ടുള്ള ദിക്റിനെ ഹബീബായ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, സ്വഹാബാ, എല്ലാ നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ ഈ ദിക്റിനെ കൊണ്ടുവന്നാൽ, ഈ ദുആഇനെ കൊണ്ടുവന്നാൽ, വാർദ്ധക്യ സമയത്തുണ്ടാകുന്ന നിങ്ങളുടെ രോഗമുണ്ടല്ലോ, അല്ലാഹു നിങ്ങൾക്ക് അത്തരം രോഗങ്ങൾ നിങ്ങൾക്ക് നൽകൂല. അല്ലാഹു വലിയ ആഫിയത്ത് അല്ലാഹു നൽകും. അല്ലാഹു വലിയ ആരോഗ്യം നൽകും. അല്ലാഹു രോഗങ്ങളിൽ നിന്ന് വലിയ കാവൽ നൽകും. അല്ലാഹു സാമ്പത്തിക വളർച്ച നിങ്ങൾക്ക് നൽകും. കടങ്ങൾ വെട്ടാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി നൽകും. ഇങ്ങനെയുള്ള ധാരാളം അത്ഭുത നേട്ടമുള്ള ഒരു ഔഷധ ഗുണമുള്ള ഒരു ദിക്റാണ് മുത്തുമിനീങ്ങളെ ഈ ദിക്ർ.
ഇത് ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു വരുത്തി സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തതാണ്. എന്ത് ചൊല്ലണേ? അല്ലാഹുമ്മ അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഹിനാ. നിങ്ങൾ പറയണേ, നിങ്ങൾ പറയണം. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ നമ്മളും പറയണം. ഒന്നാമതായി പഠിക്കേണ്ട ദുആ ഈ ദുആ. എന്തെല്ലാമാണ് നേട്ടങ്ങൾ? വാർദ്ധക്യ സമയത്തുണ്ടാകുന്ന രോഗങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ കാണുന്നതാണ്. മുന്നേ പറഞ്ഞ പോലെ ചന്നി പോലുള്ള എന്തെല്ലാം വിളിച്ചു പറയും, അവർക്ക് തന്നെ ഓർമ്മയില്ലാത്ത അവസ്ഥ. ഒരു കാര്യം ചെയ്താൽ പിന്നെ അത് ഓർമ്മയുണ്ടാവില്ല, ഓർത്തെടുക്കാൻ കഴിയൂല. അങ്ങനത്തെ അസുഖങ്ങള്, കിടക്കപ്പായിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്ന അവസ്ഥ. അങ്ങനെയാണല്ലോ വലുതായാൽ കുട്ടിയുടെ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവുന്ന. കുട്ടിയാൾ എങ്ങനെയായിരിക്കോ അപ്രകാരമായിരിക്കും പ്രായമെത്തിക്കഴിഞ്ഞാൽ. അത്തരം അസുഖങ്ങൾ ഉണ്ടാവില്ല. ആ സമയത്തും വലിയ ഖുവത്തുണ്ടാകും, വലിയ ആരോഗ്യം ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? 90-80 വയസ്സായ ആളുകൾ ചുറുചുറുക്കുള്ള പോലെ, ചെറുപ്പക്കാരെ പോലെ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. അതുപോലെ ആവണമെങ്കിൽ ഈ ദിക്റിനെ എപ്പോഴും നീ ചൊല്ലി. നമ്മളൊക്കെ പ്രായം കൂടി വരികയാണ്. ഓരോ ദിവസം എത്തുമ്പോഴും നമ്മളെ ജീവിതത്തിൽ ഓരോ ആയുസ്സുകളും മിനിറ്റുകളും കടന്നു പോവുകയാണ്. ആയുസിന്റെ ഓരോ മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും കടന്നു പോവുകയാണ്. അതുകൊണ്ട് ചൊല്ലിക്കോ, വിട്ടുപോകണ്ട. അത് മാത്രമല്ല, സാമ്പത്തിക ഭദ്രത ഉണ്ടാവും, കടങ്ങൾ വീടും, അല്ലാഹു വലിയ ഐശ്വര്യം നൽകും, ഈമാൻ ഉറക്കും. അങ്ങനെയുള്ള ധാരാളം നേട്ടങ്ങൾ ഈ ദുആ കൊണ്ട് കിട്ടും. അതുകൊണ്ട് മറന്നു പോകരുത്. ഒന്നാമത്തെ ദുആ എഴുതി വെച്ചോ. നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തതുപോലെ എഴുതി വെക്കണേ, അല്ലെങ്കിൽ ഓർത്തെടുക്കണേ. രണ്ടാമത്തെ ദുആ ഹബീബായ തങ്ങള് സ്വഹാബത്തിന് പകർന്നു കൊടുത്ത രണ്ടാമത്തെ ദുആ. ധാരാളം ആളുകൾ പറയുന്ന ഒരു പ്രയാസമാണ്, തങ്ങളെ എന്റെ സ്വഭാവം മോശമാണ്. ചില ആളുകൾ പറയാറുണ്ട്, തങ്ങളെ എന്റെ സ്വഭാവം മോശമാണ്, ഈ സ്വഭാവം നന്നാവാൻ ഞാൻ എന്ത് ദിക്റാണ് ചൊല്ലേണ്ടത്? അല്ലെങ്കിൽ ഭർത്താവിന്റെ സ്വഭാവം മോശമാണ്, ഒരു സ്നേഹമില്ല മനുഷ്യർക്ക്, ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് മാത്രമാണ്, ഒരു വാശിയും മുൻകോപവും, എന്നെ കണ്ടാൽ ഞങ്ങൾ കണ്ടാൽ കീരും പാമ്പുമാണ്. സ്വഭാവം വളരെ മോശമാണ് തങ്ങളെ, വലിയ മോശമാണ്. നാവെടുത്തു കഴിഞ്ഞാൽ വേണ്ടാത്തതല്ലാതെ മൂപ്പര് പറയൂല, അല്ലെങ്കിൽ അവള് പറയൂല, അവള് വലിയ മോശമാണ്. ഭാര്യ തിരിച്ചും പറയാറുണ്ട്, ഭാര്യ വളരെ മോശമാണ്, അവളെ സ്വഭാവം നന്നാവാൻ ഞാൻ എന്ത് ദിക്റാണ് ചൊല്ലേണ്ടത് എന്ന് പറയുന്ന ആളുകളുണ്ട്. മകന്റെ സ്വഭാവം നന്നാവാൻ, ദുശീലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ലഹരിയിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ ഏത് ദിക്റാണ് ചൊല്ലേണ്ടത്? ഭർത്താവ് ലഹരിക്കടിമയാണ്, അല്ലെങ്കിൽ മകൻ ലഹരിക്കടിമയാണ്, അവരിൽ നിന്നൊക്കെ നന്നാവാൻ, അവരുടെ സ്വഭാവമൊക്കെ നന്നായി 5 വക്ത് പള്ളിയും ദീനുമായിട്ട് കഴിഞ്ഞുകൂടാൻ ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? എത്രയോ ആളുകൾ പൊട്ടിക്കരഞ്ഞ് പ്രയാസം പറയുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിന് പകർന്നു കൊടുത്ത അത്ഭുത ദിക്ർ, ചെറിയ ദിക്റുകളാണ്. നമ്മൾ ഈ പറയുന്ന 3 ദിക്റും നമ്മൾ കേട്ട് ശീലമുള്ള ചെറിയ ദിക്റുകളാണ്. ചൊല്ലണേ. ഹബീബായ തങ്ങൾ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് സഹാബത്തിനോട് പറയുന്നു, സഹാബാ, നിങ്ങളെ സ്വഭാവങ്ങൾ നന്നാക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരൊറ്റ മൂലി പറഞ്ഞു തരട്ടെ സഹാബാ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്തിൽ കിറാം പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്കൊന്ന് പകർന്നു നൽകണേ, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ. അവിടുന്ന് ഇതുവരെ കളവ് പറയാത്ത ആരംഭപ്പുവായ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് സഹാബത്തിന് പറഞ്ഞു കൊടുത്തു, സഹാബാ, നിങ്ങൾ ഈ ദിക്റിനെ പ്രാവർത്തികമാക്കണേ, ഈ ദിക്റിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കണേ. അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി.
അല്ലാഹുവേ എന്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവത്തിനെ നീ നന്നാക്കണേ അല്ലാഹ്. ഒരു ദിക്റാണ്, ഒരു പ്രാർത്ഥനയാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹു എന്റെ സൃഷ്ടിപ്പിന് ഒരു പ്രയാസമില്ല, എന്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കിയതുപോലെ എന്റെ ഹൃദയത്തെയും എന്റെ സ്വഭാവത്തെയും നന്നാക്കണേ അല്ലാഹ്. എന്ത് മനോഹരമായ ദുആ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിന് പകർന്നു കൊടുത്ത എന്ത് മനോഹരമായ ദുആ. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. എന്റെ സൃഷ്ടിപ്പിനെ നന്നാക്കി അല്ലാഹ്, അതുപോലെ എന്റെ സ്വഭാവത്തിനെ നന്നാക്കണേ അല്ലാഹ്. എന്റെ സ്വഭാവം വളരെ മോശമാണ് അല്ലാഹ്, നന്നാക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യ്. അല്ലെങ്കിൽ എന്റെ മകന്റെ, എന്റെ ഭർത്താവിന്റെ സ്വഭാവം മോശമാണ്, നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. ദുആ ചെയ്യാം, അവർക്ക് വേണ്ടി നമുക്ക് ഈ ദുആ ചെയ്യാം, സ്വന്തമായും ദുആ ചെയ്യാം, അവരോട് ദുആ ചെയ്യാൻ പറയും. അവർ ചില സമയത്ത് നമ്മളോട് ഇണങ്ങി വരാറുണ്ട്, അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇതൊന്ന് ചൊല്ലി നോക്കി, ഈ ദുആനെ നിങ്ങൾ ചൊല്ലി നോക്കി, പറഞ്ഞു കൊടുക്കുക നിങ്ങൾ അവരോട്. ചില സമയത്ത് നിങ്ങളോട് ഇണങ്ങാറില്ലേ, ചില സമയത്താണ് നിങ്ങൾ കീരും പാമ്പ് അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ലേ? ശരിയാണ്. അപ്പൊ അതേപോലെ ചില സമയങ്ങൾ നമ്മളോട് ഇണങ്ങി വരും അല്ലേ? ബെഡ്റൂമിലൊക്കെ കിടക്കുന്ന സമയത്ത് ഇക്കാന്ന് വിളിച്ച് നമ്മൾ പോവാറില്ലേ? ഇക്ക നിങ്ങൾ എന്താണ് ഇക്ക, നിങ്ങളൊന്ന് കേൾക്കി, ഇതൊന്ന് കേൾക്കി, ഇതൊന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ, അല്ല നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിന്ന്, ഈ ദിക്റൊന്ന് പറഞ്ഞു നോക്കി, നിങ്ങൾ പറഞ്ഞു കൊടുക്കി അവർക്ക്. അവര് പറയട്ടെ അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. അവരും പറയട്ടെ, കയോട് പറയ്, അല്ല നിങ്ങളൊന്ന് നോക്കി, നിങ്ങളൊന്ന് പറയ്, എന്ന് പറയല്ലേ നമ്മള്. നിങ്ങൾ പറഞ്ഞു കൊടുക്കി, അവരും പറയട്ടെ ഈ ദിക്ർ അല്ലെങ്കിൽ ദുആ പറയട്ടെ. എന്നിട്ട് അവരെ സ്വഭാവം അവര് ക്ലിയർ ആക്കട്ടെ. അല്ലെങ്കിൽ മകനോട് ചെന്ന് പറയടാ ഈ ദിക്ർ ഒന്ന് പറയ, അവന്റെ സ്വഭാവം നന്നാവട്ടെ. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ഈ ദിക്ർ ചൊല്ലാം. മൂന്നാമത്തെ ദിക്ർ നമുക്ക് സുപരിചിതമായ ദിക്റാണ്. നമ്മൾ എന്നും ചൊല്ലുന്ന ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ നിങ്ങൾക്കറിയോ എൻ്റെ മുഅ്മിനീങ്ങളെ? പ്രയാസങ്ങൾ ഉണ്ടാവില്ല, തടസ്സങ്ങൾ ഉണ്ടാവില്ല. ഈ പാമ്പ് പോലുള്ള, പൈതാര പോലുള്ള വിഷമുള്ള ജീവികളുണ്ടല്ലോ, അത് കുത്തിയാലന്ന് വിഷമേൽക്കൂല. അതിന്റെ ഉപദ്രവത്തിന് അല്ലാഹു കാവൽ നൽകും. അതെങ്ങാനും കുത്തിക്കഴിഞ്ഞാൽ അന്ന് വിഷമേൽക്കൂല ഈ ദിക്ർ ചൊല്ലിയാൽ. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വലിയ സംരക്ഷണം ഉണ്ടാകും, വലിയ അപകടങ്ങളിൽ നിന്ന് വലിയ കാവലുണ്ടാകും. പെടുന്നനെയുള്ള മരണം ഇന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉറങ്ങി രാവിലെ കേൾക്കുമ്പോൾ വിളിക്കുമ്പോൾ ഉണരുന്നില്ല. എന്താണ് അതിന്റെ പേര്? ഡോക്ടർമാർ വിളിക്കുന്ന പേര് സൈലന്റ് അറ്റാക്ക്. എത്രയോ ആളുകളില്ലേ അറ്റാക്കായി മരിക്കുന്നു. രാത്രി കിടക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതാണ്, സൊറ പറഞ്ഞ് കിടന്നതാണ്, സംസാരിച്ച് കിടന്നതാണ്. പിന്നെ രാവിലെ വിളിച്ചു നോക്കുമ്പോൾ ഉണരുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഉണരുന്നില്ല. ഉപ്പ ഉണരുന്നില്ല, അല്ലെങ്കിൽ മകൻ ഉണരുന്നില്ല. നോക്കിയപ്പോൾ സൈലന്റ് അറ്റാക്കാണ്. ലോകത്തോട് വിട പറഞ്ഞു പോയി. ചെറുപ്പക്കാരനായിരുന്നു, ഒരു പ്രയാസമില്ലായിരുന്നു, ഒരു അസുഖവുമില്ലായിരുന്നു. അവസ്ഥ സൈലന്റ് അറ്റാക്ക്, പെടുന്നനെയുള്ള മരണങ്ങള്. അതിൽ നിന്ന് വലിയ കാവലുണ്ടാവാൻ ഹത്തായ ഹദ്ദാദ് റാത്തീബ് എല്ലാവരും നമ്മൾ ചൊല്ലുന്നതാണ്. ഹദ്ദാദ് നിത്യവും നമ്മൾ നിത്യവും ചൊല്ലണം. ഇശാ നിസ്കാരത്തിന്റെ മുന്നെയോ ശേഷമോ നമ്മൾ നിത്യവും പതിവാക്കണം ഹദ്ദാദ്. ഹദ്ദാദിലുള്ള ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരട്ടെ. ഹദ്ദാദ് ചൊല്ലിയവർക്ക് ഓർമ്മ ഉണ്ടാവും ഈ ദിക്ർ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ദിക്റില്ലേ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ
ഈ ദിക്ർ ചൊല്ലിയാണ്ട് കിടന്നു കഴിഞ്ഞാൽ അന്ന് വിഷമുള്ള എന്ത് ജീവി കടിച്ചാലും വിഷേൽക്കൂല. അത്തരം ജീവികളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവൂല. പൈതാര അല്ലേ, പൈതാര, പാമ്പ്, തേള്, അങ്ങനെയുള്ള വിഷമുള്ള ഏത് ജീവി കടിച്ചാലും അന്ന് വിഷേൽക്കൂല. അന്നിങ്ങനെയുള്ള പെടുന്നതിനുള്ള മരണങ്ങള്, രാത്രി കിടന്ന് രാവിലെ വിളിച്ചുമ്പോൾ ഉണരുന്നില്ല. എന്താണ് പേര്? സൈലന്റ് അറ്റാക്ക്. എത്രയോ ആളുകൾക്ക് നമ്മൾ കണ്ടുവരുന്നതാണ്. അങ്ങനെയുള്ള രാത്രി സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ, ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവൂല. മുഅ്മിനീങ്ങളെ ഉണ്ടാവൂല. അതുകൊണ്ട് ഇത് ചൊല്ലണേ. ഈ ചൊല്ലണേ 3 ദിക്റാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ ദിക്ർ ഏതാണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. ഒന്നാമത്തെ ദിക്ർ. ഈ ദിക്ർ ആരും ചൊല്ലിയാൽ അവനക്ക് വാർദ്ധക്യ സമയത്തുണ്ടാകുന്ന രോഗം ഉണ്ടാവില്ല. അവന്റെ ശരീരത്തിൽ വലിയ ആഫിയത്ത് അല്ലാഹു കൊടുക്കും, വലിയ ആരോഗ്യം കൊടുക്കും, ഈമാൻ ഉറക്കും, പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവില്ല, കടങ്ങൾ നീങ്ങും, സാമ്പത്തിക ഭദ്രത ഉണ്ടാകും. എല്ലാം കൊണ്ടും അല്ലാഹു വലിയ ഐശ്വര്യം അല്ലാഹു കൊടുക്കും. രണ്ടാമത്തെ ദിക്ർ സ്വഭാവം നന്നാവാൻ. ഭർത്താവിന്റെ സ്വഭാവം, മക്കളെ സ്വഭാവം, ഇനി ആരുടെ സ്വഭാവമാണ് നന്നാവേണ്ടത്? ഈ ദിക്ർ ചൊല്ലിയാൽ മതി. സ്വഭാവങ്ങൾ അല്ലാഹു നന്നാക്കും. ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. അല്ലാഹുവേ, എന്റെ സൃഷ്ടിപ്പിനെ നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവത്തെ നന്നാക്കണേ അല്ലാഹ്. മൂന്നാമത്തെ ദിക്ർ വലിയ പ്രയാസങ്ങളിൽ നിന്ന്, പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന്, വിഷം ചൊലുത്തുന്ന ജീവികളിൽ നിന്ന് വലിയ കാവലുണ്ടാവാൻ, സൈലന്റ് അറ്റാക്ക് പോലുള്ള പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന് വലിയ കാവലുണ്ടാവാൻ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. സുപ്രധാനമായിട്ടുള്ള ദിക്റാണ്. ധാരാളം ദിക്റുകളുണ്ട് ഇൻഷാ അല്ലാഹ്. അതിൽപ്പെട്ട വലിയ സുപ്രധാനമായ ദിക്ർ. ഈ 3 ദിക്ർ നിങ്ങൾ മറക്കുവോ? ജീവിതത്തിൽ ചൊല്ലൂലേ? എന്നും ചൊല്ലാൻ പറ്റിയ, നമുക്ക് ദായിമാക്കാൻ പറ്റിയ മുത്തനബി പഠിപ്പിച്ച 3 ദിക്റുകൾ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ദായിമാക്കാനും. നിങ്ങളെ ദായിമാണ് ഒരു ദിക്ർ ഇങ്ങനെ എപ്പോഴും ദായിമാക്കാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ദിക്ർ ചൊല്ലുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ദായിമാക്കും. അതുപോലെ നിങ്ങൾക്ക് ദായിമാക്കാൻ പറ്റിയ, ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റിയ 3 ദിക്ർ. ഏതെങ്കിലും ഒരു ആവശ്യത്തിനല്ല, എല്ലാ ആവശ്യത്തിനും ഉപകരിക്കുന്ന 3 ദിക്ർ നമുക്ക് ജീവിതത്തിൽ സുപ്രധാനമായിട്ട് വേണ്ട ദിക്റുകളാണ്. എപ്പോഴും നമുക്ക് കൂടെ വേണ്ടത് 3 ദിക്റുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് ഇത് ചേർത്ത് പിടിക്കണേ, ഇത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കണേ, ഇത് ദായിമാക്കണം. നിങ്ങളെ പ്രയാസം ഉണ്ടാവൂല. ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വലിയ കാവലുണ്ടാവും. അല്ലാഹുവിനെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസ് സ്ഥിരമായി വീക്ഷിക്കുന്നവർ, സ്ഥിരമായി കാണുന്നവർ, എന്നും 5:30 മജ്ലിസിൽ പങ്കെടുക്കുന്നവർ, അല്ലാഹുവേ പ്രയാസം നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. അവരെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണം അല്ലാഹ്. അല്ലാഹു അവർക്ക് മനസ്സമാധാനം നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഖൈർ നൽകണം അല്ലാഹ്. ഷർറിന്റെ കവാടങ്ങൾ നീ കൊട്ടി അടക്കണം അല്ലാഹ്. നീ കൊട്ടി അടക്കണം അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ കാത്തോളണേ അല്ലാഹ്. അവർക്ക് കാവൽ കൊടുക്കണേ അല്ലാഹ്. അവർക്ക് വേണ്ടിയാണ് പോയി മജ്ലിസിൽ ദുആ. കാവൽ കൊടുക്കണേ അല്ലാഹ്, കാവൽ കൊടുക്കണേ തമ്പുരാനേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.